പിണറായിക്കെതിരെ പൊതുസമൂഹത്തിനിടയിൽ സൃഷ്ടിച്ച ഒരു പെരുന്നുണ മൗദൂദി ചാനലായ മീഡിയ വണ്ണിന്റെ അന്തിച്ചർച്ചയിൽ കഴിഞ്ഞ ദിവസം തകർന്നു വീണിട്ടുണ്ട്. മൗദൂദികൾക്കും സംഘികൾക്കും സുഡാപ്പികൾക്കും കോൺഗ്രസുകാർക്കും എല്ലാം പൊതുശത്രു പിണറായി ആയിരുന്നല്ലോ. അദ്ദേഹത്തെ പൊതുസമൂഹത്തിന്റെ മുന്നിൽ ഇകഴ്ത്താൻ മുഖ്യമന്ത്രിയായിട്ടുള്ള വ്യക്തി 40 വാഹനങ്ങളുടെ അകമ്പടി സേവിച്ചിരുന്നു എന്നൊരു പെരുന്നുണ പ്രചരിപ്പിച്ചിരുന്നു. അതിൽ മുൻപന്തിയിൽ നിന്നത് മൗദൂദി ചാനലായ മീഡിയ വൺ തന്നെയാണ്. അതേ മീഡിയ വണ്ണിൽ കഴിഞ്ഞ ദിവസം ലഹരിക്കെതിരെ ആഭ്യന്തര വകുപ്പ് മന്ത്രിയെ വെള്ള പൂശാൻ വേണ്ടി നടത്തിയ ചർച്ചയിൽ മുൻ DGP അലക്സാണ്ടർ ജേക്കബിനെ അതിഥിയായി വിളിച്ചു. ആ ചർച്ചയിൽ 916 മൗദൂദിയായിട്ടുള്ള അജിംസ് അവതാരകന്റെ ചോദ്യത്തിനാണ് ആ പെരുന്നുണയുടെ വസ്തുത എന്താണെന്ന് കുറച്ചു വൈകിയെങ്കിലും ജനങ്ങൾക്ക് മുന്നിലേക്ക് എത്തുന്നത്. ഈ പിണറായി വിജയൻ 2014 മുഖ്യമന്ത്രിയായി അദ്ദേഹം ആദ്യം എഴുതി കൊടുത്തതെന്നറിയാം, എനിക്ക് പൈലറ്റ് എസ്കോർട്ട് മാത്രം മതി എന്നാണ്. IBക്ക് റിപ്പോർട്ട് കിട്ടി അദ്ദേഹത്തിനെതിരെ വധശ്രമം ഉണ്ടാവുന്നു. അങ്ങനെ IB ആണ് ഇസഡ് കാറ്റഗറി പ്രഖ്യാപിച്ചത്. അങ്ങനെയാണ് 12 വണ്ടി വന്നത്. ഈ 40 വണ്ടി കൊണ്ട് പോകുന്നതൊക്കെ വെറുതെ ദുഷ്പ്രചരണമാണ്, അങ്ങനെയല്ല. അപ്പോൾ സോണിയാഗാന്ധി വീട്ടിലിരിക്കുന്ന ഒരു സ്ത്രീയാണ്, അവർക്ക് എന്താണ് ഇസഡ് കാറ്റഗറി. അപ്പൊ ഇസഡ് കാറ്റഗറി ഉണ്ടായിക്കഴിഞ്ഞാൽ ആ പ്രൊട്ടക്ഷൻ കൊടുക്കുന്ന പോലീസുകാർക്ക് ഇസഡ് കാറ്റഗറിയുള്ള VIP അറ്റാക്ക് എന്നാൽ വെടിവെച്ച് കൊല്ലാം. നിയമമാണത്. ആ നിയമം അനുസരിച്ച് ഈ പോലീസുകാർ പ്രവർത്തിച്ചിട്ടില്ല. അതുകൊണ്ട് അത് വെറുതെ ലഘൂകരിച്ച് പ്രവർത്തിച്ച് കളയരുത്. ഇപ്പോഴത്തെ MLA എ ഡി തോമസിനെ വെടിവെച്ച് കൊല്ലാതെ വിട്ടത് മഹാഭാഗ്യം വായിച്ചതല്ല. അല്ല, നിയമം അങ്ങനെയാണെന്നായി പറഞ്ഞേ. നിയമം അങ്ങനെയാണ്. എനിക്ക് ആ MLA ബഹുമാനോ സ്നേഹമൊക്കെ ഉണ്ട്, അത് വേറെ കാര്യം. അപ്പൊ നമ്മളൊരു പോലീസ് ആക്ഷനെ വ്യാഖ്യാനിക്കുമ്പോൾ വ്യക്തിബന്ധം അതിനകത്ത് വരരുത്. നമ്മൾ നിയമം അനുസരിച്ച് സംസാരിക്കാം. ഇനി നമ്മൾ കഞ്ചാവിലേക്ക് വരാം. സത്യം എത്ര വൈകിയാലും മറന്നീക്ക് പുറത്തു വരും. പിണറായി വിജയൻ എന്താണ് മുഖ്യമന്ത്രി ആയപ്പോൾ എഴുതി കൊടുത്തതെന്നും പിന്നീട് IB റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹത്തിന് കേന്ദ്ര നിർദ്ദേശപ്രകാരം Z+ കാറ്റഗറി ആക്കിയത്. ഇതൊന്നും ഒരു വ്യക്തി സ്വമേധയാ ചെയ്തതല്ല. പക്ഷേ അയാൾ ചെയ്തതാണെന്ന് വരുത്തി തീർത്തുകൊണ്ട് അയാളുടെ ആവശ്യപ്രകാരമാണ് ഈ അകമ്പടി വാഹനങ്ങളെന്നെല്ലാം ഈ പൊതുസമൂഹത്തോട് വ്യാജ പ്രചരണം നടത്തിയവർ ഇന്നിപ്പോ അവരുടെ ആ വാർത്താ കച്ചവട മുറിയിൽ നിന്ന് തന്നെ യാഥാർത്ഥ്യം എന്താണെന്ന് ജനങ്ങളിലേക്ക് വരുന്നുണ്ട്. കുറച്ചു വൈകിയെങ്കിലും യാഥാർത്ഥ്യം മനസ്സിലാക്കണമല്ലോ. ഒരു വ്യക്തി നേതൃത്വം കൊടുക്കുന്നു എന്നുള്ളത് കൊണ്ട് അയാളുടെ ജനസമ്മതി കുറയ്ക്കാൻ എന്തോരം നുണകൾ ചമച്ചു. അതിന്റെ ഒരു റിയാലിറ്റിയാണ്. സോണിയാഗാന്ധി വീട്ടിലിരിക്കുന്നവർക്ക് പോലും Z+ കാറ്റഗറിയിൽ ഇതിന്റെ ഇരട്ടി വാഹനവുമായിട്ട് പോയാൽ ഒരു വേദനയും വരാത്തവർ, അതൊന്നും നികുതിപ്പണമായിട്ട് കാണാത്തവർ, പിണറായിയുടെ കാര്യത്തിൽ കണ്ടത് അയാൾ താഴേക്കിടയിൽ നിന്ന് വളർന്നു വന്ന ഒരു വ്യക്തിയാണ്, കോരന്റെ മകനായിരുന്നു. അത് തറവാട്ട് മഹിമ ഉള്ളിൽ പേർ നടക്കുന്ന സുഡാപ്പികൾക്കാകട്ടെ, സംഘികൾക്കാകട്ടെ, അല്ലെങ്കിൽ മൗദൂദികൾക്കാകട്ടെ ഇന്നേ വരെ ദഹിച്ചിരുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ടാണ് ഇങ്ങനെ പെരുന്നുണ സമൂഹത്തിന്റെ മുന്നിൽ ഇവർ സംഘടിതമായി പ്രചരിപ്പിച്ചതെന്ന് തെളിഞ്ഞിരിക്കുകയാണ്.